നമസ്കാരം. കമ്മ്യൂണിസത്തിനെതിരെ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് സംഘ് പരിവാർ ശക്തികളുടെ എതിർപ്പ് എന്തുകൊണ്ട് ദേശീയ തലത്തിൽ CPIM-നെതിരെ മാത്രമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് CPIM-ന്റെ മഹാജനപദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പിണറായി വിജയൻ എത്തിയപ്പോൾ ഹൈദരാബാദിലും സംഘ് പരിവാർ പ്രതിഷേധമുയർത്തി. അതിനേക്കാളൊക്കെ പ്രധാനം കോയമ്പത്തൂരിൽ നടക്കുന്ന RSSന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ CPIM-ന്റെ നീക്കങ്ങളെ ചെറുക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യ പ്രമേയത്തിൽ സ്ഥാനം പിടിച്ചു. ഇതൊക്കെയാണ് ഒപ്പം യോഗി ആദിത്യനാഥിനെ പ്രതിഷ്ഠിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മറുപക്ഷം. ഒരുപക്ഷെ ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് പോകുന്നത്. CPIM നേതാവ് PK പ്രേംനാഥ്, B രാധാകൃഷ്ണ മേനോൻ BJP നേതാവ്, BRM ഷഫീർ കോൺഗ്രസ് നേതാവ്, ഒപ്പം മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസ് സുരേന്ദ്ര ബാബുവും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കും. RSSന്റെ അഖില ഭാരതീയ സമ്മേളനത്തിൽ എന്തുകൊണ്ട് CPIM-നെതിരെ മാത്രം പ്രതിഷേധം? പിണറായി വിജയനും യെച്ചൂരിയും അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ നിരന്തരം വിലക്ക് എന്ന സംഘപരിവാർ രീതി പുലർത്തുമ്പോൾ യാദൃശ്ചികമല്ല അത് എന്ന് ബോധ്യമാക്കുന്നതല്ലേ എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. ഒരറ്റത്ത് യോഗി ആദിത്യനാഥിനെ പോലെ തീവ്ര വിഭാഗക്കാരെ പ്രതിഷ്ഠിക്കുമ്പോൾ രൂപപ്പെടുന്ന ഈ ഇടത് മാർക്സിസ്റ്റ് വിരുദ്ധതയ്ക്ക് ദേശീയ തലത്തിൽ മറ്റു മാനങ്ങളുണ്ടോ എന്നും ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പരിശോധിക്കുന്നു. ആദ്യം BJP നേതാവ് B രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ B രാധാകൃഷ്ണൻ, നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ വെച്ച് നോക്കുമ്പോൾ അംഗബലത്തിൽ ഒരുപക്ഷെ CPIM കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മാത്രം ഒതുങ്ങുന്നതാകാം. എന്നിട്ടും എന്തുകൊണ്ട് CPIM-നെതിരെ RSSന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ മുഖ്യ പ്രമേയത്തിൽ സ്ഥാനം പിടിക്കുന്നു CPIM വിരുദ്ധതയ്ക്ക്? രണ്ട്, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരെ നിരന്തരം കേരളത്തിലെ പിണറായി വിജയനെ ഒരുപക്ഷെ ഹൈദരാബാദിലും മംഗളൂരുവിലും ഒക്കെ തടയുന്നു. ഇന്നും ഹൈദരാബാദിൽ പ്രതിഷേധമുയർത്തി പിണറായിയുടെ മുമ്പിലേക്ക് ചാടി വീണു. പക്ഷേ പോലീസ് അവിടെ തടഞ്ഞു. എന്തുകൊണ്ട് RSS ഇങ്ങനെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പ്രചരണം നടത്തുവാനുള്ള അവകാശം ജനാധിപത്യ രീതിയിൽ RSSും BJPയും നിർവഹിക്കുന്നതിൽ ഒരു തെറ്റും കാണേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ആ തരത്തിൽ പ്രചരണം നടത്തുന്നു എന്നത് പ്രസക്തമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് രൂപീകൃതമായ ചരിത്രം മുതൽ നാളിതുവരെയുള്ള പ്രവർത്തനം പരിശോധിക്കുമ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഭാരതത്തിലെ 2-3 സെൻറ്ററുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ദശാബ്ദങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസം ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ പോയിട്ടുള്ള ആന്ധ്ര, ഹൈദരാബാദ്, തെലങ്കാന അടക്കമുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാകുമെന്ന് സാധാരണക്കാർ സ്വപ്നം കണ്ട വിപ്ലവ ഭൂമിയായിരുന്നു തെലങ്കാന. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസം വരും എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ ആ പ്രത്യയശാസ്ത്രം അപ്രസക്തമായപ്പോൾ അടിസ്ഥാനപരമായി കമ്മ്യൂണിസത്തിന് പ്രചോദനമാവുന്ന ആശയം അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിൽ അവശേഷിക്കുന്ന അവശിഷ്ട കമ്മ്യൂണിസ്റ്റുകാർ നിലനിൽപ്പിന് വേണ്ടി അടിസ്ഥാനപരമായി ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരണം നടത്തുന്നതിന് പകരം RSSനെയും BJPയെയും ചെറുക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ഭീകരമായ അക്രമത്തിൻ്റെ രൂപത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം. അത് ഒരു തരത്തിൽ RSSനോടും BJPയോടും മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ എല്ലാ എതിരാളികളോടും കേരളത്തിലും ബംഗാളിലുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സമീപനവുമാണ്. നമുക്കറിയാം, ME രാഘവൻ പാർട്ടി വിട്ടുപോയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്? രാധാകൃഷ്ണൻ, ആ സമയത്ത് B രാധാകൃഷ്ണൻ, എന്റെ ചോദ്യം അതല്ലായിരുന്നു. നിങ്ങൾ CPIM ഒരു അവശിഷ്ട പാർട്ടിയായി മാറി എന്ന് താങ്കളുടെ വാദം ഉണ്ട് എങ്കിൽ അത്രയേറെ ദുർബലപ്പെട്ടുവോ ആ പാർട്ടിയെ ദേശീയ തലത്തിൽ എതിർക്കാൻ RSS? എന്തുകൊണ്ട് RSS CPIM-നെതിരെ നീങ്ങുന്നു? സംഘപരിവാർ ശക്തികൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലും പുറത്തേക്കെത്തുമ്പോൾ
തടയുന്ന തരത്തിലേക്ക്, അത് മംഗളൂരുവിലായിക്കോട്ടെ, മധ്യപ്രദേശിലായിക്കോട്ടെ, ഇപ്പോൾ ഹൈദരാബാദിലായിക്കോട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ നീങ്ങുന്നു? താങ്കൾ പറഞ്ഞ വാദങ്ങൾ വസ്തുതാപരമായി നിരക്കുന്നതല്ല. RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CPIM-കാരുടെ എണ്ണം എടുക്കുമ്പോൾ 526 രക്തസാക്ഷികളാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ CPIM-നുള്ളത്. അപ്പോൾ താങ്കളുടെ ആ വാദം ശരിയല്ല. അതിലേക്കെത്തൂ, ഷാർപ്പാകൂ. അല്ല, എന്നെ പറയാൻ അനുവദിക്കുക. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ നയം, ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരമുള്ള പാർട്ടിയാണല്ലോ CPM. ആ പാർട്ടി ജനാധിപത്യ വിരുദ്ധമായി, അത് BJP-യോടോ RSS-നോടോ മാത്രമല്ല, ഈ കേരളത്തിൽ എതിർക്കുന്ന, ഇപ്പോൾ ഏറ്റവും അവസാനം താനൂരിൽ മുസ്ലിം ജനസാമാന്യത്തിന് നേരെ ഭീകരമായ അക്രമം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നു. അപ്പം അവരെ രാഷ്ട്രീയ അജണ്ട വെച്ച് എതിരാളികളെ ഉന്മൂലനം ചെയ്യുക എന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ്. അത് കേരളത്തിലെ ചെറിയ പ്രദേശത്ത് BJP-ക്കും RSS-നും ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഭാരതത്തിൻ്റെ ജനാധിപത്യ സമൂഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുള്ള പാർട്ടിയാണ് BJP. സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന RSS-നെ പ്രവർത്തനത്തിൽ തടയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തവകാശമാണുള്ളത്? ആ പാർട്ടി RSS-കാരെ കൊന്നൊടുക്കാൻ അവർക്ക് അവകാശം കൊടുത്തത്? അപ്പം ഞങ്ങളുടെ സിദ്ധാന്തം കൊല്ലാനുള്ള അവകാശമാണ്. കാരണം ശരിയായിരിക്കാം, കാറൽ മാർക്സിന്റെ പ്രത്യയശാസ്ത്രം തോക്കിൻ കുഴലിലൂടെ വിപ്ലവം നടപ്പാക്കും എന്ന് പ്രത്യാശിച്ച പ്രസ്ഥാനമാണ്. പക്ഷെ ആ തോക്കിൻ കുഴലിലൂടെയുള്ള വിപ്ലവം യാഥാർത്ഥ്യമാവില്ല എന്ന തിരിച്ചറിവ് വന്നപ്പോൾ ഇപ്പോഴും ഉന്മൂലനത്തിന്റെ മന്ത്രവുമായി എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ പ്രത്യയശാസ്ത്രം തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ് BJP-യും RSS-ഉം എടുത്തിട്ടുള്ളത്. തീർച്ചയായും അതിന് പിണറായി വിജയനെ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീ PK പ്രേംനാഥ്, എങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത്? RSS-ന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ആദ്യം ഉദ്ഘാടന ദിവസം അവതരിപ്പിക്കപ്പെട്ട മുഖ്യ പ്രമേയത്തിൽ CPM വിരുദ്ധത കടന്നുകൂടുന്നു. CPIM-ന്റെ നീക്കങ്ങളെ ചെറുക്കാൻ സജീവമായി ജാഗ്രതാകണമെന്ന് RSS-നെ പോലെ ഇന്ത്യയിലെ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി സഭയിൽ അത്തരത്തിലൊരു മുഖ്യ പ്രമേയം പാസ്സാകുന്നു. ഒരു പക്ഷേ RSS സംഘപരിവാർ ആശയങ്ങളുടെ എതിരിൽ അവർക്ക് ഭീഷണിയായി എത്തുന്ന ഇന്ത്യയിലെ വലിയ ഭീഷണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് കൊണ്ടാണോ, അതോ RSS-നെ പോലെ ശ്രീ B രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്ന പാർട്ടിക്കെതിരെ നിങ്ങൾ ഫാസിസ്റ്റ് ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ സ്വാഭാവികവും ജനാധിപത്യപരവുമായ അനുരണനമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കാണേണ്ടത്, ശ്രീ പ്രേംനാഥ്? CPIM ഇന്ത്യയിലെ സവർണ ഫാസിസത്തിൻ്റെ പ്രസ്ഥാനമായ RSS-നെതിരായി ചെറുതെങ്കിലും ചങ്കൂറ്റത്തോടുകൂടിയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു നിലപാടിന് ചരിത്രം പരിശോധിച്ചാൽ ആവശ്യത്തിലേറെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. വർത്തമാനത്തിൽ വിശകലനം നടത്തിയാലും അത് വിപുലമാണ്. ആവർത്തിക്കുന്നു, ഞങ്ങൾ CPIM വിറയ്ക്കാതെയും വിശാലമായും RSS-ന്റെ സവർണ ഫാസിസത്തിനെതിരായി അധികാരത്തിലിരിക്കുന്ന അതിൻ്റെ ആസുരമായ നിലപാടുകൾക്കെതിരായി അതിശക്തമായ സമീപനവും കാഴ്ചപ്പാടും പ്രയോഗ പദ്ധതിയും മടി കൂടാതെയും മറയില്ലാതെയും പിന്മടക്കമില്ലാതെയും നടത്തുന്ന പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് RSS-ന്റെ അംഗബലമോ സ്വാധീനമോ ആയി താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയൊന്നും വലുതല്ലെന്ന് വ്യാഖ്യാനിക്കാവുന്ന CPIM-നെ ഇത്രമേൽ RSS ഭയപ്പെടുന്നത് അവരുടെ അഖില ഭാരതീയ സമ്മേളനത്തിൽ എതിർക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. തീർച്ചയായും അത് ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ മാനവിക പക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ചേരി നൽകുന്ന ബൃഹത്തായ സംഭാവനകളെ അടയാളപ്പെടുത്തുന്നതാണ് എന്നത് അഭിമാനത്തോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. തീർച്ചയായും അത്തരമൊരു നിലപാടിൻ്റെ ബഹിർസ്ഫുരണവും പ്രതിഫലനവും തുടർന്നും CPIM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. രണ്ടാമത്തെ കാര്യം, സനാതനധർമ്മം, സാംസ്കാരിക പ്രവർത്തനം എന്നീ വാക്കുകളുടെ അന്തസത്തയെ സത്യസന്ധമായി
വിശകലനം ചെയ്താൽ വ്യഭിചരിക്കുന്ന വാചക കസർത്താണ് എൻ്റെ സുഹൃത്ത് BJPക്ക് വേണ്ടി ഇവിടെ നടത്തിയത്. സനാതനധർമ്മം, സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ പറയുന്നതിന് സാധാരണ നിലയിൽ ഭാഷാ നിഘണ്ടുവിൽ തന്നെയുള്ള അർത്ഥതലങ്ങളിൽ നിന്ന തന്നെ RSS ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതികളുമായി അതിന് പുലബന്ധമില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ്. യോഗി ആദിത്യനാഥിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള കയറ്റവും BJPയുടെ അഖിലേന്ത്യാ ആലോചനാ സമിതിയിൽ CPIMനെതിരെയുള്ള അക്രമാസക്തമായ പ്രവർത്തനങ്ങൾക്കായുള്ള ആഹ്വാനവും തീർച്ചയായും അടയാളപ്പെടുത്തുന്നത് ഇന്ത്യ രാജ്യത്ത് CPIMനെ അവർ ഭയക്കുന്നു. ഇന്ത്യ രാജ്യത്തൊരു വലിയ പാർട്ടിയല്ല CPIM. പക്ഷേ നാം കൃത്യമായി അറിയണം, 6-7 തവണയിലധികം ആക്രമിക്കപ്പെട്ട ഡൽഹിയിലെ ഏക പാർട്ടി ആഫീസിന് മുകളിൽ പാറുന്ന കൊടി ചുവന്നതാണ്. ആ ആഫീസിന്റെ പേര് സഖാവ് AKG ഭവൻ എന്നാണ്. അത് മറ്റൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ ആസ്ഥാന മന്ദിരമാണ്. ആവർത്തിക്കുന്നു, ഞങ്ങൾ ചെറുതെങ്കിലും ചങ്കൂറ്റത്തോടെയുള്ള, വിറയ്ക്കാതെയുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലതയിലൂന്നിയുള്ള ജനാധിപത്യ മതനിരപേക്ഷ ചേരിയെ വിപുലപ്പെടുത്താനുള്ള വിചാരങ്ങളാൽ സമൃദ്ധമായ രാഷ്ട്രീയ പ്രയോഗ പദ്ധതികളും പ്രത്യയശാസ്ത്ര നിബദ്ധതയുമാണ് CPIMനെ RSSന്റെ കണ്ണിലെ കരടാക്കുന്നത്, അവർക്ക് പ്രതിപട്ടികയിൽ 1ാമത്തെ സ്ഥാനത്ത് അടയാളപ്പെടുത്താൻ പ്രചോദനം നൽകുന്നത് എന്നാണ് CPIMന്റെ വിനയപൂർവമായ വിചാരം. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു പക്ഷേ ശ്രീ പ്രേംനാഥ് സൂചിപ്പിച്ചതുപോലെ AKG ഭവന്റെ ബോർഡിന് മുന്നിലേക്ക് സ്പ്രേ പെയിന്റ് അടിക്കുന്നു, പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് സ്പ്രേ പെയിന്റിൽ എഴുതി വെക്കുന്നു, AKG ഭവന് നേരെ ആക്രമണം നടത്തുന്നു, അടക്കം ഇങ്ങോട്ടേക്കെടുത്താൽ ഇങ്ങ് പിണറായി വിജയൻ വരെ ഉള്ള വ്യക്തികൾക്കെതിരായി നടത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ, ഇതര സംസ്ഥാനങ്ങളിലെ പ്രതിഷേധങ്ങൾ സംഘപരിവാറിൻ്റെ, ഇതൊന്നും യാദർശികമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും കൂട്ടി വായിക്കേണ്ടതൊന്ന്. ഇവിടെ നമുക്ക് കാണേണ്ട മറ്റൊന്ന്, ഒരു പക്ഷേ RSS അവരുടെ ഭീഷണിയായ ബദലായി കാണുന്നത് CPIMനെയാണ്. മണിപ്പൂരിൽ 28 സീറ്റും ഗോവയിൽ 17 സീറ്റും കിട്ടി ഒറ്റകക്ഷിയായ താങ്കളുടെ അടുത്തിരിക്കുന്ന ഷഫീറിൻ്റെ പാർട്ടി, ദേശീയ പാർട്ടി, ഗാന്ധിജിയുടെ തുടർച്ചക്കാർ, നെഹ്റുവിൻ്റെ തുടർച്ചക്കാർ എന്നൊക്കെ അവർ സ്വയം അവകാശപ്പെടുന്ന പാർട്ടി അവർ ഭീഷണിയായി കാണുന്നില്ല. 1, 2, 3 കരാർ എന്ന ആണവ കരാറിനെ എതിർത്തതിന് ശേഷം CPIMനെതിരെ ആഗോളതലത്തിൽ രൂപം കൊള്ളുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഫാസിസ്റ്റ് പ്രതികരണമാണോ ഇത്? അങ്ങനെയാണോ ഇതിനെ ചർച്ച ചെയ്യേണ്ടത്? ഏത് ചാലകത്തിലേക്കാണ് ഇത് നീങ്ങേണ്ടത്? അതിനകത്ത് രാധാകൃഷ്ണ മേനോൻ എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ അദ്ദേഹം പര്യാലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിയും വീണ്ടും ചർച്ചകൾ കാണേണ്ടി വരുമല്ലോ. കാര്യം ഇനിയും നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടയുമല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനം, RSSനെ പോലുള്ള പ്രസ്ഥാനം ഇത്രത്തോളം നിശ്ചയദാർഢ്യതയോടെ അതിന് പുറത്തേക്ക് വിടില്ല എന്നൊരു നിലപാട് ഏതെങ്കിലും സാഹചര്യത്തിൽ എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. RSSന്റെ ചരിത്രത്തിലുണ്ടോ? ഇല്ലല്ലോ. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താ? ഇവിടെ അവരുടെ പാർട്ടി ആൾക്കാരെ കൊല്ലുന്നു. നോക്കൂ, നിങ്ങൾ അഖിലേന്ത്യാ നിലവാരത്തിൽ അധികാരമുള്ള പാർട്ടി, അഖിലേന്ത്യാ നിലവാരത്തിൽ അധികാരം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, അതുമാത്രമല്ല അത്തരം അധികാരങ്ങളൊന്നും ഇല്ല എന്ന ആക്ഷേപം CPIMനെ കുറിച്ച് പുലർത്തുന്ന പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മിസ്റ്റർ മേനോൻ ഇത്ര സാഹസികമായി നിങ്ങൾ കേരളത്തിലെ ഈ നേതാവിനെ തടയാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ തന്നെ വിശദീകരണത്തിലെ ആഭ്യന്തര വൈരുദ്ധ്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വളരെ ചെറിയൊരു കാര്യമാണ് ഇതെങ്കിൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ചെറിയൊരു കാര്യമാണ് എങ്കിൽ, ഇത്രയും ബുദ്ധിമുട്ടി ഈ നിയോഗിക്കപ്പെട്ട ഗറില്ലാ സൈന്യങ്ങളാൽ ഇങ്ങനെ പ്രതിരോധം തീർക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്താണ്? നിങ്ങൾ എന്തിനാണ് പിണറായിയെ കാണുമ്പോൾ ഭയപ്പെടുന്നത്? ചുരുക്കത്തിൽ അതാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞതല്ല ന്യായം, മറിച്ച് മറ്റെവിടെയോ ഒരു സത്യം മറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സത്യം പ്രേംനാഥ് ഭാഗികമായി പറയുകയുണ്ടായി. ഇവിടെ എന്താ സത്യത്തിൽ BJPക്കോ RSSനോ അഖിലേന്ത്യാ നിലവാരത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന മോദിസത്തിൻ്റെ ഭാഗമായി, ഞാൻ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്, മോദിസത്തിൻ്റെ ഭാഗമായി ചില ഹൈന്ദവ വീക്ഷണവും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് മൂലധനവും ചേർന്ന ഒരു വളരെ വിരൂപമായ ബ്ലെൻഡാണത്. ആ ബ്ലെൻഡിൻ്റെ ഭാഗമായി അതീശാധികാരം കിട്ടിയിട്ടുണ്ട്. ആ അതീശാധികാരം കിട്ടുന്ന സമയത്തും നിങ്ങൾ പിണറായിയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, ഞാനൊരു ചെറിയ കാര്യം പറയാം, നിങ്ങൾക്കും എനിക്കും യോജിക്കാൻ കഴിയുന്ന. ഇപ്പോൾ ഗോൾവാൾക്കർ ഇന്ത്യയിൽ
RSSന്റെ മുഖ്യ ശത്രുക്കളെ തീരുമാനിക്കുന്ന സമയത്ത് വളരെ ചെറിയ പാർട്ടിയായിരുന്നല്ലോ സാർ താങ്കളുടെ RSS, താങ്കളുടെ ജനസംഘം. അന്ന് BJP ഇല്ലല്ലോ. അങ്ങനെ ഒരു ചെറിയ പാർട്ടി അന്ന് അദ്ദേഹം പറയുകയുണ്ടായി, അവരുടെ പ്രൈം ശത്രുക്കളെന്ന് പറയുന്നത് മുസ്ലിംസും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അന്നേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ശത്രുവായി കണ്ടിരുന്നല്ലോ. അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് മേനോൻ ഇപ്പോഴും പ്രശ്നം. ഇത്തവണ ഒരു ചെറിയ വ്യത്യാസം കൂടി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ അന്ന് എതിർക്കേണ്ടാത്ത വിധത്തിൽ ഇന്ന് എതിർക്കുന്നത്. നിങ്ങളിപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നില്ല. ഇപ്പോഴാകട്ടെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ഭയപ്പെടുകയും കൂടി ചെയ്യുന്നു മേനോൻ. ആ ഭയപ്പാടിന് കാരണം സഖ്യൻ ഇപ്പുറത്തേക്ക് നിങ്ങളുടെ എല്ലാ അടവുകളും പയറ്റിയിട്ടും നിങ്ങളുടെ പതാകയുടെ ഒരു ലെജിറ്റിമൈസേഷൻ ഉണ്ടാക്കാൻ, നീതീകരണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തവണ്ണം നിങ്ങൾ തകർന്നവരാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൽ. അപ്പം നിങ്ങൾക്കൊരു കാരണം വേണം. ഇവിടുത്തെ RSകാർക്കും BJPക്കാർക്കും ആത്മരക്ഷ എന്ന് പറയുന്നത് മാർക്സിസ്റ്റുകാരുടെ ആക്രമണത്തിൽ നിന്നല്ല, മാർക്സിസ്റ്റ് പാതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദർശനിഷ്ഠയ്ക്ക് പ്രേംനാഥ് പറഞ്ഞ മാതിരി ലഭിക്കുന്ന അംഗീകാരത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അസൂയുണ്ടല്ലോ, ആ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് അഖിലേന്ത്യാ പാർട്ടി വേണം. അതുകൊണ്ടാണ് RSS അഖിലേന്ത്യാ നിലപാടിൽ യോഗം ചേർന്ന് പിണറായിക്കെതിരെ ഗോഗ്വ വിളിക്കേണ്ടി വരുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഇത്രയും വലിയ ആളുകളായിട്ട് പോലും ഈ കാര്യം ചെയ്യുമ്പോൾ എത്ര ചെറിയ ആളുകളായി നിങ്ങൾ അധപ്പതിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ അത്രത്തോളം കമ്മ്യൂണിസ്റ്റെ ഭയപ്പെടുന്നതിന് കാരണം നിങ്ങൾക്ക് ഭയപ്പെടാൻ മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു മേനോൻ. അത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ഇല്ലാതായി പോകുമ്പോൾ അത് ഒരു പ്രബലമായ എതിരല്ല നിങ്ങൾക്ക്. അങ്ങനെ വരുമ്പോൾ എന്താ ഈ കോൺഗ്രസ്സുകാരെ പോലെ ഇവർക്ക് കൂടി ഇന്ന് കീഴടങ്ങില്ല കമ്മ്യൂണിസം. ആ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടുണ്ടാവുന്ന ഭയവും അതുമാതിരി തന്നെ ആസുരമായ, നേരത്തെ പ്രേംനാഥ് പറഞ്ഞ മാതിരി ആക്രമണപരതയും ചേർന്നുകൊണ്ടാണ് നിങ്ങളുടെ സന്നാഹങ്ങൾ ഒരുക്കുന്നത്, നിങ്ങളുടെ ക്ഷാത്ര വീര്യത്തെ മൂർച്ചപ്പെടുത്തുന്നത്. പ്രയോജനരഹിതമാണത്. നമുക്ക് ചർച്ചയുടെ വഴി അത് പറയാം. ഞാൻ ഇത്ര മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. വലിയ പാർട്ടിയാണെങ്കിൽ ഇത്രയും അവ്യവസ്ഥിത ഈ ചെറിയ പാർട്ടിയോട് നിങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടുന്നു ഈ ചെറിയ പാർട്ടിയെ, പ്രേംനാഥ് പറഞ്ഞത് മാതിരി. തീർച്ചയായും ശ്രീ ഷഫീർ, വലിയ പാർട്ടിയായിട്ടും ഒരുപക്ഷെ 44 സീറ്റേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവിൻ്റെ അലങ്കാരം പോലും ലഭിച്ചില്ല എന്നൊക്കെ ഉള്ളത് കോൺഗ്രസിൻ്റെ യാദർച്ഛികമായ ഇപ്പോഴത്തെ ഒരു വിധിയാകാം, അല്ലെങ്കിൽ ഒരു അവസ്ഥയാകാം, വിധി എന്ന വാക്കിനേക്കാൾ. അത് പോകട്ടെ. അല്ലെങ്കിൽ ഗോവൻ ഫോർവേഡ് പാർട്ടി അധികാരം രൂപീകരിക്കാനായി ചർച്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി സമയം കൊടുക്കാതിരുന്നു. അവിടെ അമിത്ഷാ 4 സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫലം വന്നതിൻ്റെ അന്ന് തന്നെ പറഞ്ഞു 4 സംസ്ഥാനങ്ങളിലും ഞങ്ങൾ അധികാരത്തിലെത്തും എന്ന് പറഞ്ഞ ആ വാക്കുകൾ കേട്ട് പേടിച്ചു പോയി എന്നും ഞാൻ പറയില്ല. പക്ഷേ എന്തുകൊണ്ട് RSS അവരുടെ ഭീഷണിയായ ബദലായി CPIM എന്ന കൊച്ചു പാർട്ടിയെ കാണുന്നു? കോൺഗ്രസിന്റെ പരാജയം ഇതൊക്കെ അജിംഷാദിന്റെ ഒരു താത്വികമായ ഒരു അവലോകനം ഒരിക്കലും അല്ലല്ലോ. ഇത് യാഥാർത്ഥ്യമല്ലേ? എന്നെ പറയാൻ അനുവദിക്കണം. ഇപ്പൊ 3 പേര് സംസാരിച്ചു, 8:22 ഇനി ഞാൻ പറയട്ടെ. ഇപ്പോ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും പൗരസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും BJPയും RSSും ഒരു ഭാഗത്ത് CPMും എടുക്കുന്ന സമീപനം ഫാസിസ്റ്റ് സമീപനമാണ്. ഇപ്പൊ തെലങ്കാനയിൽ സഖാവ് പിണറായി വിജയനെ എതിർക്കുന്നതും തടുക്കുന്നതും കോഴിക്കോട് DCC പ്രസിഡന്റ് ശ്രീ T സിദ്ദിഖിനെ ഉള്ളേരിയിൽ CPM കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം ഒന്ന് തന്നെയാണ്. അതിനെ ഒന്നായി കാണാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അജിംഷാദ്, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ അമിത്ഷായുടെ പ്രസംഗത്തിൽ, നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൽ, RSSന്റെ ചിന്തൻ ശിബിരങ്ങളിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിമുക്തമായ ഭാരതം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അവരോടത്ത് ഉയർത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ 3.5 കൊല്ലത്തിനിടയിൽ RSSന്റെ 3 സമ്മേളനങ്ങളിലും BJPയുടെ 11-ൽ വരുന്ന ദേശീയ സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം കോൺഗ്രസ് മുക്തമായ ഒരു ഭാരതം എന്ന് പറയുന്ന മുദ്രാവാക്യമായിരുന്നു. ഞങ്ങൾ ഒരു കാലത്തും RSSുമായിട്ട് വേദി പങ്കിട്ടവരല്ല. എന്നാൽ അത് പറയാൻ ഉദുമൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിലെ വെള്ളിയാഴ്ച കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്രമായി നിൽപ്പുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വടകര, ബേപ്പൂർ, അതൊക്കെ ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയൻ ഇവർ എന്തിനാണ് എതിർക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഭരണം കിട്ടിയിട്ട് ഇന്നുവരെ RSSനെതിരായി എന്തെങ്കിലും ഒരു കടുത്ത നിലപാടെടുത്തു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സഖാവ് പിണറായി വിജയനെ ഇവർ എതിർക്കുന്നതിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം സഖാവ് പിണറായിക്കും സഖാവ് CPMകാർക്ക് മനസ്സിലായി കാണുന്നത് അറിയോ? കോൺഗ്രസ് എവിടെയെല്ലാം ഉണ്ടോ, കോൺഗ്രസിന്റെ ശക്തി എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിൽ RSSന് പിണറായിയോ കമ്മ്യൂണിസ്റ്റുകളെയോ ചെറുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ മംഗലാപുരത്ത് കാണിച്ചു കൊടുത്തു. ഭോപ്പാലിൽ പിന്തിരിഞ്ഞു പോകേണ്ടി വന്ന
ഡൽഹിയിൽ പിന്തിരിഞ്ഞു പോകേണ്ടി വന്ന സഖാവ് പിണറായി വിജയനെ സകലമാന സന്നാഹത്തോടു കൂടി മംഗലാപുരത്ത് പ്രസംഗിക്കാൻ ചുമൽ കാണിച്ചു കൊടുത്തത് സിദ്ധാരാമയ്യയുടെ കോൺഗ്രസ് ആണ്. നിങ്ങൾ മറന്നു പോകണ്ട. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ സാമൂഹിക പശ്ചാത്തലവും മതപരമായ പശ്ചാത്തലവും നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖ വരേണ്ടത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖകൾ കണ്ണൂരിൽ ഉണ്ടായത് എന്ന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ പ്രേമനാഥിനെ പോലുള്ള ആളുകൾക്കുണ്ട്. ഇതൊക്കെ ഒരു നാടകമല്ലേ അജിംഷാദെ? ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളെയും RSSനെ കാണിച്ച് ഭയപ്പെടുത്തുക, മറ്റൊരു ഭാഗത്ത് RSSുമായിട്ട് മൃദുഹിന്ദുത്വ സമീപനം എടുക്കുക എന്ന് പറയുന്ന പിണറായി വിജയൻ സഖാവിന്റെ നാടകമാണെന്ന് ഞാൻ പറയുന്നു. കാര്യം എന്താണെന്നറിയോ? ശശികലയ്ക്കെതിരായി UAP എടുക്കണമെന്ന് പറഞ്ഞു ദേശീയ ഗാനത്തെ അപലപിച്ച സമയത്ത്. ഇന്നലെ ശശികല SSLC പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നിൽക്കുമ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഒരിടത്തും പൊതുയോഗങ്ങൾക്ക് അനുവാദം കൊടുക്കരുതെന്നിരിക്കവേ ഇന്നലെ നിങ്ങൾക്കറിയോ ബേപ്പൂരിലെ കക്കോടിയിൽ അവിടുത്തെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ മാഷൻ നേരിട്ട് പരാതി കൊടുത്തിട്ടും ശശികലയുടെ പൊതുയോഗത്തിന് അനുവാദം കൊടുത്തത് സഖാവ് പിണറായി വിജയനാണ്. 5 കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചു. ഒരു RSSന്റെ ATS ETS ക്യാമ്പിന് വേണ്ടിയിട്ട് ഒരു സ്കൂളും തുറന്നു കൊടുത്തിട്ടില്ല. എന്നാൽ കണ്ണൂരിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് P ജയരാജൻ അദ്ദേഹത്തിന് പരസ്യമായി RSSന്റെ ക്യാമ്പ് സ്കൂളുകൾ നടക്കുന്നുവെന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു. ഒരു തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വേദിക്ക് മുമ്പിൽ ബോംബിട്ടവരാണ് RSS എന്ന് പറയുന്നു. സഖാവ് പിണറായിയുടെ പോലീസിന് ഇന്നുവരെ അതിന്റെ ഘാതകരെ പിടിച്ചുകൊടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. UAPയുടെ കാര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും പെറ്റുപെരുകുന്നത് അവരുടെ മുസ്ലിം വർഗീയതയാണെന്ന് പരസ്യമായി പ്രസംഗിച്ച RSSന്റെ സൈദ്ധാന്തികൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പിന്നീട് മാപ്പ് പറഞ്ഞെന്ന് പറയുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ UAP എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല? എന്തിന് കുമ്മനം രാജശേഖരനുമായി മസ്കറ്റ് ഹോട്ടൽ സഖാവ് പിണറായി വിജയൻ രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു? RSS കേരളത്തിൽ ചെയ്യാത്ത കാര്യം തൂണേരിയിലും നാദാപുരത്തും അതുപോലെ താനൂരും എന്തിന് CPM ചെയ്യുന്നു? അതുപോലെ നിങ്ങൾക്കറിയോ മറൈൻ ഡ്രൈവിൽ ശിവസേന നടത്തുന്ന സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ എന്തുകൊണ്ട് സഖാവ് CPMന്റെ പോലീസിന് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരുന്നു? ബെഹ്റയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അമിത്ഷായുടെ അടുപ്പക്കാരനായ CBIയുടെ ഡയറക്ടറായിരുന്ന ബെഹ്റ ഇവിടെ അഴിഞ്ഞാടുന്നു? ഒന്ന് കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഒരു ഹീറ സെന്ററിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടില്ല. ഒരു സത്യസരണി തിരുവനന്തപുരത്തെ മുജാഹിദ് പള്ളിക്ക് നേരെ RSSകാർ കുരച്ചുകൊണ്ട് വന്നിട്ടില്ല. എന്നാൽ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയോ കേരളത്തിൽ ഞങ്ങൾ അബ്ദുറഹ്മാൻ പാലത്ത് എന്ന് പറയപ്പെടുന്ന ഒരു പൊട്ടൻ ഇവിടെ ഹിന്ദുക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മാനവ മൈത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എതിർത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ UAP ചാർത്തിയപ്പോൾ കേരളം ഒന്നടങ്കം അതിനെ പ്രശംസിച്ചു. എന്നാൽ പരസ്യമായി ശശികല ഇന്നും ഇന്നലെയും ായിട്ട് പൊതുയോഗങ്ങളിൽ പരസ്യമായി പ്രസംഗിക്കുന്നു. ഇതിൻ്റെയൊക്കെ അന്തർധാര എന്താ? ഞാൻ ഒരു കാര്യം തീർത്ത് നിങ്ങളോട് പറയാം. മറൈൻ ഡ്രൈവിലും കൊടിഞ്ഞിയുടെ ഫൈസലിന്റെ ജാമ്യാപേക്ഷയിലെ പ്രതികൾക്ക് പ്രത്യേകിച്ച് ജാമ്യം കിട്ടാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ മിണ്ടാതിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കാണുന്നത് ഒരു ഭാഗത്ത് RSSനെ കാണിച്ച് പേടിപ്പിക്കുക, മറുഭാഗത്ത് RSSനോടൊപ്പം മൃദുഹിന്ദുത്വ സമീപനം എടുക്കുക. ഈ സമീപനത്തെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. എന്നിട്ടും ഇന്ന് കോയമ്പത്തൂർ ഉദ്ഘാടനം ചെയ്ത RSSന്റെ അഖില ഭാരതീയ നമുക്കറിയാം RSSനെ പോലെ ഒരു കേഡർ പാർട്ടി അതിന്റെ മുഖ്യ പ്രമേയത്തിൽ ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് CPIMനെതിരായി രാജ്യവ്യാപക പ്രതിഷേധം നടത്തണം. പ്രതിഷേധങ്ങൾ ഇതുവരെ CPIMനെതിരെ നടത്തിയതിന്റെ റിപ്പോർട്ട് പ്രധാനമായി ഒരു കാര്യം ഞാൻ പറയാം, ഉത്തരം തരാം. ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യ ജോഷി അവതരിപ്പിച്ച ഇതിൽ ഭാഗവത് യോഗത്തിൽ എന്തുകൊണ്ട് RSS അങ്ങനെ എടുക്കുന്നു? തീർച്ചയായും താങ്കൾ പറഞ്ഞു. ഞാൻ എന്റെ സംശയം ചോദിച്ചു. RSS കോൺഗ്രസിനെ അവഗണിക്കുന്ന രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിനെ അവഗണിച്ചതിന് ശേഷം കോൺഗ്രസ് ഒരു ശക്തിയല്ല എന്ന് വരുത്തേണ്ടത് RSSന്റെ സമീപനത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു RSSന് തീർച്ചയായും ശ്രീ പ്രേംനാഥ് എന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പറയും. RSS എന്ന നിങ്ങളുടെ വാക്കുകളിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനം ഒരുപക്ഷെ CPIMനെ എതിർക്കുന്നത് അതിന്റെ സ്വാഭാവികമായ അനുരണനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം. അത് യുക്തിഭദ്രമായ അതിന്റെ പരിണാമത്തിന്റെ ദിശ തന്നെയാകാം. പക്ഷേ ഇവിടെ ഷഫീർ ഉയർത്തിയ ചോദ്യങ്ങളോട് കൂടി കൂട്ടിവായിക്കേണ്ട പല ഉത്തരവാദിത്വങ്ങളും മറുപടി പറയേണ്ട പല ഉത്തരവാദിത്വങ്ങളും ശ്രീ പ്രേംനാഥിന്റെ പാർട്ടിക്കും പ്രേംനാഥിനുമുണ്ട്. തീർച്ചയായും ധീരമായി തന്നെ ഞങ്ങളതിനെ അഭിവാദ്യം ചെയ്യുന്നു, അഭിസംബോധന ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ സുഹൃത്ത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ വസ്തുതകളെ വിശകലനം ചെയ്താൽ വിറകൊണ്ടു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വിറങ്ങലിച്ച മുഖം വ്യക്തമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു. ഉത്തർപ്രദേശ് ഇന്ത്യ രാഷ്ട്രീയത്തിലെ ഹൃദയഭൂമി എന്ന് വിളിക്കാവുന്ന ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ റീത്ത ബഹുഗുണ ജോഷി
RSSന്റെ ആലയിലാണ്. ഗോവയിൽ ജയിച്ചാൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കാൻ കണ്ടുവച്ചിരുന്ന വിശ്വജിത്ത് കോൺഗ്രസിൽ നിന്ന് RSSലേക്ക് ചേക്കേറാനുള്ള പാതി വഴിയിലാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. മലപ്പുറത്തും കോഴിക്കോട്ടും അല്ലല്ലോ, കണ്ണൂരിലാണല്ലോ RSSന്റെ ശാഖകൾ കൂടുതലെന്ന് വസ്തുതാപരമായി പറഞ്ഞ സഫീറിന് നല്ല നമോഭാഗം. RSS കേരളത്തിലെ വിപ്ലവ കേരളത്തിലെ ജ്വലിക്കുന്ന കണ്ണായ കണ്ണൂരിൽ കാപാലിക പ്രവർത്തനങ്ങളുടെ കൊടുപുടി പണിയുന്നതിൻ്റെ രാഷ്ട്രീയം അറിയാതെയാണെങ്കിലും അംഗീകരിച്ചതിന് അദ്ദേഹത്തിന് ഞാൻ നമസ്കാരം പറയുകയാണ്. സഖാവ് പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ RSSനെതിരായി, ശശികലയ്ക്കെതിരായി, ഹിന്ദുത്വ തീവ്രവാദികൾക്കെതിരായി, ഡോക്ടർ ഗോപാലകൃഷ്ണനെതിരായി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തില്ല എന്ന് വിലപിക്കുന്ന സഫീർ കുറച്ചുകാലം മുമ്പത്തേക്ക് ഓർമ്മ പായിച്ചാൽ വിശ്വപ്രസിദ്ധമെന്ന് വിളിക്കാവുന്ന കോഴിക്കോട്ട് മുതലക്കുളത്ത് പ്രവീൺ ഭായ് തൊഗാഡിയ മുസ്ലിം വിരുദ്ധതയും തീവ്ര ഹിന്ദുത്വവും നന്നായി ചേർത്ത് പ്രസംഗിച്ച് തീതുപ്പിയപ്പോൾ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പ്രിയപ്പെട്ട സഫീർ ഓർക്കുന്നത് നന്ന്. ഓർമ്മ പുതുക്കാൻ ഞാനൊന്ന് സഹായിക്കാം. AK ആന്റണി എന്നാണ്. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ കരുത്തും ശക്തിയും ഉള്ളിടത്ത് മാത്രമാണ് RSSനെതിരായ ഒരു പോരാട്ടം സത്യസന്ധമായും സമയബന്ധിതമായും നടക്കുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. പിന്നെ മലപ്പുറത്ത് മുസ്ലിം ലീഗിന് ശക്തിയുള്ള മലപ്പുറത്ത് RSSന് ലീഗ് ഒരു ശത്രുവേ അല്ല. RSSന്റെ താത്വികാചാര്യനായി നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന TG മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ RSSന്റെ ആസ്ഥാന മന്ദിരമായ നാഗപ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് മുസ്ലിം ലീഗും RSSും ചേർന്നാണെന്ന് സഫീറിന് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടാവില്ല, മറച്ചുവെക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഇടതുപക്ഷാനങ്ങൾ വർഗീയ ഫാസിസത്തിനെതിരായി, വിശേഷ RSSനെതിരായി എടുക്കുന്ന സത്യസന്ധമായ നിലപാടുകളെ അംഗീകരിക്കേണ്ടതിനു പകരം കോൺഗ്രസ് സ്വതവേ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല ദേശീയ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ചേരിയെ ശിഥിലീകരിക്കാനും ശകലീകരിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഇന്ധനം പകരുന്ന ഊക്കുമൂർജവും സമ്മാനിക്കുന്ന വർത്തമാനങ്ങളും ചിന്തകളും ചേതനകളുമെല്ലാം പങ്കുവെക്കുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ വിശ്വാസം, വിചാരം. തീർച്ചയായും കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ദുർബലപ്പെട്ടു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരിൽ പലരും RSSൽ അഭയം പ്രാപിച്ചു. ആ നിലപാടിന്റെ കൂടി ബാക്കി പത്രം എന്ന നിലയിലാണ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് BJPക്കെതിരായി പ്രവർത്തിക്കുന്നില്ല എന്ന അവസ്ഥ വന്നു ചേർന്നത്. തീർച്ചയായും ശാഖ കണ്ണൂരിലുള്ളതും മലപ്പുറത്ത് കുറയുന്നതുമായ വസ്തുതകളെ സഫീർ പറഞ്ഞ ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി തന്നെ ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. കേരളത്തിന്റെ രാഷ്ട്രീയം സത്യസന്ധമായി വിലയിരുത്തുന്നവർക്ക് അത് ബോധ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ നിലപാട്. രണ്ടാമത്തെ കാര്യം, ആശയങ്ങൾക്ക് മുനമടങ്ങുന്നിടത്ത് ആയുധങ്ങൾക്ക് മൂർച്ച കൂടുമെന്നത് ആപ്തവാക്യ സമാനമായ ഒരു വാചകം മാത്രമല്ല. പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള RSSന്റെ രാഷ്ട്രീയ സംഘടനാ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം അത് RSSന് നന്നായി ചേരുന്ന ആടയാഭരണം കൂടിയാണ് എന്ന്. RSSന്റെ കായികമായ ആക്രമണങ്ങളെ, RSSന്റെ ആശയപരമായ എതിർപ്പുകളെ സത്യസന്ധമായും ശിരസുയർത്തിപ്പിടിച്ചും മുഖമുയർത്തിയും എതിർക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സമീപകാല ചരിത്രത്തിലെങ്കിലും CPIM ആണ് എന്ന് സഫീറിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സമ്മതിക്കേണ്ടി വരും. പിന്നെ ലോക്നാഥ് ബെഹ്റയെക്കുറിച്ച്, സിദ്ദിഖ് ഉള്ളിയേരിയിൽ തടയപ്പെട്ടതിനെ കുറിച്ചെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിസ്താര ഭയത്താൽ ഞാനതെല്ലാം വിട്ടുകളയുകയാണ്. CPIM, സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു നിലപാടും ഒരു കഴഞ്ച് സമീപനവും കേരളത്തിൽ എവിടെയും സ്വീകരിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ തെറ്റായ ആരോ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ RSSനെ ന്യായീകരിക്കാനുള്ള വ്യഗ്രതയിൽ കോൺഗ്രസിനെ ഗംഭീരമായി പറയാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കണം. തീർച്ചയായും അത് വസ്തുതയുമായി ബന്ധപ്പെട്ടതല്ല. കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളിയേരി. കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളിയേരി സഫീറെ, കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളിയേരി. നാട്ടുകാർക്കെല്ലാം അതെ, ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളിയേരി. പ്രത്യേകിച്ച് RSSന്റെ നേതാവായിട്ടുള്ള സുരേന്ദ്രന്റെ ജന്മദേശമാണ് ഉള്ളിയേരി. അവിടെ കോൺഗ്രസിന്റെ നേതാവ് സിദ്ദിഖിനെ കമ്മ്യൂണിസ്റ്റുകാർ തടഞ്ഞത് RSSന് ശക്തി പകരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നത് വല്ലാത്ത വിശകലന വൈഭവമാണ്, അല്ലെങ്കിൽ പരിശോധന പാഠവമാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായും